ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി നമ്മൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഉഴുന്നെടുത്തിരിക്കുകയാണ്. ഇത് 1.25 കപ്പ് ഉഴുന്നാണ്. ഉഴുന്ന് നമുക്ക് വെള്ളത്തിലോട്ടിടാം. ഇത് വെള്ളത്തിലിടാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ചെരുവത്തിലോട്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ കൂടെ ഫെനുഗ്രീക്ക് ഉലുവ സീഡ്സും ഞാൻ 2 ടീസ്പൂൺ ഇടുന്നു. പിന്നെ നമുക്ക് അരി വേണം. അപ്പോൾ ഞാനിവിടെ കോളം റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1.25 കപ്പ് ഉഴുന്നാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് ഇതിന് പ്രൊപ്പോർഷനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ കപ്പാണ് എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് 2 കപ്പിന് 1.25 കപ്പ് ഉഴുന്നിടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിനി ഇത് ചെയ്യേണ്ടത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു മിനിമം 6 മണിക്കൂർ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇതിനകത്ത് നമുക്ക് നനച്ചെടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നല്ല തിക്കായിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് മിക്സിയിൽ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്ന് അരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് കണ്ട് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം കൂട്ടരുത്. പക്ഷേ ഉഴുന്ന് നന്നായിട്ട് അരച്ചിട്ടുണ്ടാകണം. ഉഴുന്ന് അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി നല്ലതായിരിക്കും. ഒന്നെങ്കിൽ ഉഴുന്ന് അരയ്ക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ ഇത് ഒട്ടും ചൂടാകാതെ നമുക്ക് നല്ലതായിട്ടുള്ള ഇത് കിട്ടും. അതർവൈസ് നമുക്ക് ഉഴുന്നരയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തണുത്ത വെള്ളം ഉപയോഗിച്ച് അരയ്ക്കുക. നമുക്ക് നല്ല ചൂടാകാതെ ഉഴുന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി അരയ്ക്കണം. ഇത് 2 കപ്പ് അരിയാണ്. ഞാനിത് 2 ആയിട്ടാണ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ 1.25 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, കുക്ക്ഡ് റൈസ്. അപ്പോൾ ഇത് ഞങ്ങൾ റെഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അത് അതിൻ്റെ പകുതി എടുക്കാം. പിന്നെ വെള്ളം 1/2 കപ്പ് ഒഴിക്കാം. ഇത് ഒത്തിരി അരിഞ്ഞു പോകാൻ മേലെ തരിപ്പോട് കൂടി അരയ്ക്കാനാണ്. അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് തരിയോട് കൂടി വേണം അരയ്ക്കാനായിട്ട്. രണ്ടാമത്തിലോട്ടും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഈ ഉഴുന്ന് അരച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ അരി അരച്ചത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉഴുന്ന് കുറച്ചൊന്ന് പൊങ്ങാൻ തുടങ്ങി കഴിയുമ്പോഴാണ് അരി അരയ്ക്കുന്നത്. അങ്ങനെ അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇത് എപ്പോൾ വേണം, ഏത് ക്ലൈമറ്റ് ആയാലും ഏത് ടെമ്പറേച്ചർ ആയാലും നമുക്ക് സൂപ്പറായിട്ടുള്ള ഇഡലി പൊങ്ങി വരുന്നത് കിട്ടും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട്, അത് നമ്മുടെ ആവശ്യത്തിന് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ നമുക്ക് നാളെ ഉണ്ടാക്കാൻ എടുക്കുമ്പോഴത്തേക്ക് അത് ചെക്ക് ചെയ്യുമ്പം ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം നമുക്ക് ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ രാത്രിയിലേക്ക് പുളിപ്പിക്കാൻ വെക്കുവാണ്. ഇനി നാളെ രാവിലെയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ വന്നാൽ നമ്മളിപ്പോൾ രാവിലെയാണ് വെച്ചാൽ 8 മണിക്കൂറെങ്കിലും പൊങ്ങണതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പും കൂടി ഇത് ഇങ്ങനെ പൊക്കത്തിലിട്ട് തന്നെ അടച്ച് വെക്കാൻ പോവുകയാണ്. ഇതുവരെ അടച്ച് വെക്കും, ഓവർനൈറ്റ് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ അരച്ച് വെച്ച മാവ് ഇപ്പോൾ ഞാൻ രാവിലെ തുറന്ന് നോക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഇത് ഇളക്കണം. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് അപ്പോൾ നമ്മുടെ നല്ലതായിട്ട് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഇഡലി ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീമറിൽ അപ്പച്ചെമ്പിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ തൂകിയിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ വെക്കാം. അപ്പോൾ ഞാനിപ്പം ഇഡലി വെക്കാനായിട്ടുള്ള തട്ടെടുത്തിട്ടുണ്ട്. ഇഡലി തട്ടോടി കുറച്ച് ഓയിൽ തൊടുത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മളിത് പറഞ്ഞു പോരാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമുക്കിത് ആദ്യം ഈ അപ്പച്ചമ്മിനകത്തോട്ട് വെക്കാം. അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് വേണ്ടി വരും സമയം. നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം തീരും. ഇപ്പോൾ ഞാൻ ഫുള്ളിലാണ് വെച്ചേക്കുന്നത് ഗ്യാസ് ഫ്ലെയിം. ഒരു കുറച്ച് ആവി സ്റ്റീം പുറത്തോട്ട് വരാൻ തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെക്കാം. ഒരു 15 മിനിറ്റ്സ് വേണ്ടി വരും വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയി. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ഇഡലിയെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് നേരം തണുക്കണം. നല്ലതായിട്ട് തണുത്തിട്ടേ ഇതിൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇഡലി എടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് തണുത്തിട്ട് വേണം അത് തട്ടിന്ന് മാറ്റാനായിട്ട്. അങ്ങനെയാണ് നമുക്ക് ഇഡലിയുടെ ഷേപ്പൊന്നും പോവാതെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെ ഇച്ചിരി പോയിന്റഡ് ആയിട്ടുള്ള കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് വരികയും ചെയ്യും. പിന്നെ നമുക്കിപ്പോൾ ഇഡലി അരച്ച് വെക്കണം. ഒരു ദിവസം കൊണ്ട് മാവ് മിച്ചമുള്ളത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. പിറ്റേ ദിവസം നല്ലത് ദോശ ഉണ്ടാക്കാൻ, ഇഡലി ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ദോശയായിരിക്കും കിട്ടുന്നത്. സെയിം മാവിൽ നിന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇഡലിക്ക് അരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഉഴുന്ന് കൂട്ടിയായിരിക്കുന്നത്. കാരണം സാധാരണ അരിയുടെ പകുതി ഉഴുന്നെന്നായിരുന്നു, ഞാൻ ഇച്ചിരി ഒരു കൂടുതലായിരിക്കും. നേരത്തെ നമ്മൾ 2 ഗ്ലാസ് 1.25 ഗ്ലാസ് ആണല്ലോ ഉഴുന്നിട്ടത്. അതുപോലെ പിന്നെ നമ്മൾ ഉഴുന്ന് അരച്ച് വെക്കണത് ഒരു 2 മണിക്കൂർ ആദ്യം നമ്മൾ ഉഴുന്ന് അരച്ചിട്ട് അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് അരി അരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശ ഇഡലിയൊക്കെ നല്ലതായിട്ട് പൊങ്ങി വരും. പിന്നെ അങ്ങനെയല്ലാതെ റെഗുലറായിട്ട് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നവരുടെ വീട്ടിലാണെങ്കിൽ പഴയ മാവിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അത് സൗകര്യം പോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ഇഡലിയും ദോശയും ത്രൂ ഔട്ട് ഇയർ കിട്ടുക. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എല്ലാം ഇപ്പോൾ ഇവിടെ എടുത്തൊരു കാസറോളിലാക്കി വെച്ചിട്ട് നമുക്ക് ഒരെണ്ണമൊന്ന് ഒടിച്ച് നോക്കാം. ഇത് എത്ര സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ഇഡലി കിട്ടും. നമുക്ക് സെയിം ആവുന്നൊരു ദോശയും കൂടെ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാൻ വെച്ച് വലിയ ദോശയാണ്. അപ്പോൾ 1.5 തവി ഇടുവാണ് എൻ്റെ ഈ തവിക്ക്. നമ്മളിതിനെ ചുറ്റിച്ച് കൊടുക്കുന്നതാണ്. നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടി കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. വേണ്ടവർ ചെയ്യുക, വേണ്ടെങ്കിൽ എടുക്കണ്ട. ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ ദോശയാണ് നമുക്ക് വരുന്നത്. നമുക്കിത് ക്രിസ്പിയാണ്, ഒത്തിരി ക്രിസ്പിയാണ് ദോശ. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് സെയിം ബാറ്ററിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് ഫോളോ ചെയ്യുക. നല്ല ദോശ ഇഡലിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.